ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു അടിപൊളി ചായക്കടീൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. മഴക്കാലത്തെല്ലാം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ചായക്കടി, ഈസി സ്നാക്കാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണാം. എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. പിന്നെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം സ്നാക്കിന് വേണ്ടിയിട്ടുള്ള സ്റ്റഫിംഗ് ആണ് തയ്യാറാക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 2 മീഡിയം സൈസ് സവാളയിൽ അത് ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. പിന്നെ സവാള ഓരോ വഴറ്റേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഒന്ന് സോഫ്റ്റായിട്ട് കളർ മാറി കിട്ടിയാൽ മതി. അന്നേരം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നല്ലപോലെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റും 1 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമണം മാറി കിട്ടുന്നവരെ 1 മിനിറ്റ് നമുക്കൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു ക്യാപ്സിക്കമിൽ, വലിയ ക്യാപ്സിക്കം ആണെങ്കിൽ ക്യാപ്സിക്കം മതി. അത് ചെറുതായി കട്ട് ചെയ്തത്, ക്യൂബായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. ക്യാപ്സിക്കമിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പച്ചമുളക് പേസ്റ്റിനേക്കാളും ക്രഷ് ചെയ്തതോ അല്ല ചെറുതായി കട്ട് ചെയ്ത പച്ചമുളകാണ് നല്ലൊരു മണം കിട്ടൽ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ പെപ്പർ പൗഡറാണ്. പിന്നെ ഞാൻ 1 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ മീഡിയം സൈസ് ക്യാരറ്റാണ് കേട്ടോ ഗ്രേറ്റ് ചെയ്തത്. ഇനി 2 ടേബിൾ സ്പൂൺ ചിക്കൻ്റെ സ്റ്റോക്കും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചിക്കൻ്റെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മസാലയ്ക്ക്. പിന്നെ ഒരു 3 ചിക്കൻ്റെ പീസസ് ഇല്ലേ, അത് മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് നല്ലപോലെ പുഴുങ്ങിയിട്ട് ഷ്രെഡ് ചെയ്തതാണ്. പേസ്റ്റ് ആക്കുന്നതിനേക്കാളും ഷ്രെഡ് ചെയ്ത ചിക്കനാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. അത് കടിക്കാനെല്ലാം കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇനി നമുക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും കൂടി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. ഒരു ബൗളിലേക്ക് 3 മുട്ടയില്ലേ അത് പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. അതിലേക്ക് ഒരു കുറഞ്ഞ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. മുട്ടയുടെ മഞ്ഞയിൽ ഓൾറെഡി ഉപ്പില്ലോണ്ട് കുറഞ്ഞ ഉപ്പ് മതി. അതിലേക്കൊരു 1/4 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി കുറച്ച് ബ്രെഡ് സ്ലൈസ് എടുത്തിട്ട് അതിൻ്റെ സൈഡെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ബ്രെഡ് നമുക്ക് ഏകദേശം ഒരു പാക്കറ്റ് വേണ്ടി വരുന്നിട്ടാ. അപ്പോൾ ആദ്യം കുറച്ചായിട്ട് നമുക്ക് ആവശ്യത്തിന് സൈഡ് കട്ട് ചെയ്തെടുത്താൽ മതി. ഈ സൈഡൊന്നും കളയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്കത് ബ്രെഡ് ക്രംസ് ആയിട്ട് യൂസ് ചെയ്യാം. ഇനൊരു പാത്രത്തിൽ, നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് തടവിയിട്ട് ഇതുപോലെ എല്ലാ സൈഡിലേക്കും നെയ്യാക്കി കൊടുക്കുക. ചെറിയ തീയിൽ വേണം കേട്ടോ ചെയ്യാൻ. നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. നമ്മൾ നേരത്തെ കലക്കി വെച്ച മുട്ട പാൽ മിക്സ്ചറില്ലേ അതിലേക്ക് ഓരോരോ ബ്രെഡ് ഇതുപോലെ മുക്കിയിട്ട് നോൺ സ്റ്റിക്ക് പാൻ്റെ അടിഭാഗം ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ വേണം കേട്ടോ വെക്കാൻ. ഇതുപോലെ എല്ലാ സൈഡിലും ആക്കിയിട്ട് വെക്കുക. അതിൻ്റെ മേലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മസാലയില്ലേ അത് ഇട്ട് കൊടുക്കുക. മസാല മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സൈഡ് ഭാഗം ഒഴിഞ്ഞ് ബാക്കി എല്ലാ ഭാഗത്തും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലേക്കായിട്ട് ബാക്കിയുള്ള ബ്രെഡ് സ്ലൈസസും കൂടി ഇതുപോലെ തന്നെ മുട്ടയിൽ മുക്കിയിട്ട് എല്ലായിടത്തും ആക്കി കൊടുക്കുക. എന്നിട്ട് ബാക്കി വരുന്ന മുട്ട പാൽ മിക്സ്ചർ അതിൻ്റെ മേലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇതൊരു 5 മിനിറ്റ് ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. അങ്ങനെ ഇത് 5 മിനിറ്റിന് ശേഷം നമുക്കിത് മെല്ലെ തുറന്ന് നോക്കാം. അപ്പോൾ ഇത് അടിഭാഗമെല്ലാം ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് കാണാം. അപ്പോൾ നമുക്കിതുപോലെ ഒരു പ്ലേറ്റ് എടുത്തിട്ട് ഫ്ലിപ്പ് ചെയ്യാം. അപ്പോൾ അടിഭാഗം നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മേൽഭാഗമില്ലേ അത് മെല്ലെ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് ചെറിയ തീയിൽ പിന്നെയും കുക്ക് ചെയ്യുക. അപ്പോൾ ഇത് നമ്മുടെ അടിപൊളി സോഫ്റ്റായിട്ടുള്ള സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് മുറിച്ച് നോക്കാം. അടിപൊളി ടേസ്റ്റുള്ള സ്നാക്കാണ് കേട്ടോ. എല്ലാവരും ചായക്ക് വേണ്ടിയിട്ടെല്ലാം ട്രൈ ആക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. അപ്പോൾ ഇതുപോലത്തെ റെസിപ്പീസും വ്ളോഗ്സുമായി ഇൻഷാ അല്ലാഹ് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും, ബൈ.